ശസ്ത്രക്രിയകൾക്ക് പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ച ആരോഗ്യവകുപ്പ്. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിച്ചിരിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉൾപ്പെടുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങളുടെ എണ്ണം പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ബന്ധപ്പെട്ട മേധാവിക്ക് കൈമാറണമെന്നും നിർദ്ദേശിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിന് മുമ്പായി 102 വീടുകളിൽ ഇന്നു മുതൽ പരിശോധന. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 178 വീടുകളിൽ 102 എണ്ണത്തിൽ ഇന്നു മുതൽ സംയുക്ത പരിശോധന ആരംഭിക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കിഫ്കോൺ എന്നിവയുടെ പ്രതിനിധികളാണ് പരിശോധന നടത്തുന്നത്. പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായ വീടുകളിലാണ് സംയുക്ത പരിശോധന നടത്തുന്നത്. വീട് ഗുണഭോക്താവിന് താമസിക്കാനായി കൈമാറുന്നതിന് മുമ്പ് വീട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പരിശോധന നടത്തും. വീടുകൾക്ക് ഒരു തരത്തിലുള്ള നിർമ്മാണ അപാകവുമില്ലെന്ന് ഉറപ്പിക്കാനാണ് ഇത്തരത്തിൽ 3 ഘട്ടമായി പരിശോധന നടത്തുന്നത്. നിതിൻ രാജിന്റെ മരണം. ഏപ്രിൽ 28-ന് സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ച ആക്ഷൻ കൗൺസിൽ. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാരോപിച്ചും ലോൺ ആപ്പിന്റെ മറവിൽ കേസ് അട്ടിമറി ശ്രമം നടത്തുന്നുവെന്നാരോപിച്ചും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 28-നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി ജാതി അധിക്ഷേപ പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടും കോളേജിൽ അത്തരം വിവേചന സമീപനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും പ്രതികൾ കുറ്റക്കാരല്ല എന്നുമുള്ള കണ്ണൂർ ഡെന്റൽ കോളേജ് മാനേജ്മെന്റിന്റെ നിരുത്തരവാദപരമായ നിലപാടിനെതിരെ കൂടിയാണ് ഹർത്താൽ നടത്തുന്നതെന്നും ആക്ഷൻ കൗൺസിൽ പറഞ്ഞു. പച്ചാളത്ത് യുവാവ് സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ. പച്ചാള സ്വദേശി ആൽജൂഡാണ് മരിച്ചത്. സിനോജ് എന്നയാളുടെ വീട്ടിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. 20 അടങ്ങുന്ന സംഘം ഇന്നലെ രാത്രി മദ്യപിച്ചിരുന്നു. വിരുദ്ധനഗർ ദുരന്തം, 4 പേർ അറസ്റ്റിൽ. പടക്ക നിർമ്മാണശാല ഉടമകളുടെ ബന്ധുക്കളാണ് അറസ്റ്റിലായത്. ഫാക്ടറി ഉടമ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവർ ഒളിവിലാണ്. ഇരുവരെയും കണ്ടെത്താൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ് അറിയിച്ചു. മധുര, തേനി ജില്ലകളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്.